Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു മിസ്. മിസ് കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നു. മിസ് അമ്പലത്തിലൊക്കെ പോയെന്ന് തോന്നുന്നല്ലോ, കുറിയൊക്കെ. അമ്പലത്തിൽ പോയതോ? അമ്പലത്തിൽ പോയില്ല. ഇവിടെ അമ്പലത്തിൽ പോയിട്ടുള്ള മറ്റ് ടീച്ചേഴ്സ് കൊണ്ടുവന്നതാ. ചലന തൊട്ടതാ. വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പോയിന്റ്സ് ഒക്കെ? സ്റ്റാൻഡേർഡുകള് കിട്ടുന്നുണ്ടല്ലോ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ അതിനകത്ത് ഓരോ വേർഡുകളും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്? ഉണ്ട് മിസ്സേ. ഉണ്ട്. മിസ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പറഞ്ഞോ ശ്രീലക്ഷ്മി. മിസ് നിയർ മിസ്സസ് എന്ന് പറയുന്ന ഒന്നുകൂടെ പറഞ്ഞു തരാമോ? എനിക്ക് പിന്നെ മനസ്സിലാവില്ല. അതായത് പേഷ്യൻസിന് അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ അത് തിരിച്ചറിയുന്നതാണ് എന്ത് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. പേഷ്യൻസിന് അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ, അതിപ്പോ ഡോക്ടർ ആകാം, നഴ്സ് ആകാം, അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആകാം, അതിനത് തിരിച്ച് ഐഡന്റിഫൈ ചെയ്യുന്നതിനെ നിയർ മിസ്സസ് എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാർമസിയിൽ നിന്ന് നമ്മൾ മരുന്ന് മേടിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഫാർമസിസ്റ്റിന് കൊടുത്തു, ഫാർമസിസ്റ്റ് നേരെ സ്റ്റോർ റൂമിൽ പോയിട്ട് മരുന്ന് എടുത്തു വരുന്നു, നമ്മുടെ കയ്യിൽ അത് തരാനായിട്ട് തുടങ്ങുന്നു. കയ്യിൽ തരാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് അവർ കൈ വലിക്കുവാണ്. അതായത് അവർ കൊടുത്ത മരുന്ന് പ്രിസ്ക്രിപ്ഷനുമായിട്ട് മാച്ച് അല്ല, തെറ്റിയാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പേഷ്യന്റ് കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ആ ഫാർമസിസ്റ്റ് തിരിച്ചറിയുവാണ്, ഇത് മിസ്റ്റേക്ക് ആണ്, അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് അവർ തിരിച്ചറിയുന്നതിനെയാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ മിസ്. പിന്നെ വായിച്ചു നോക്കിയപ്പം കിട്ടിയില്ല. അതൊന്ന് അവിടെ ഒന്ന് ആ ഒരു എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. എക്സാമ്പിൾ എഴുതി വെച്ചാൽ മതി, അപ്പൊ മനസ്സിലാവും. മൈക്ക് ഓഫ് ചെയ്യുവാണേ. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. Quality indicators are otherwise called key performance indicators. Quality refers to the degree of adherence to pre-established criteria or standards. Indicators a statistical measure of the performance of function, system or process over a period of time. So quality indicators എന്ന് പറയുന്നത് അതിനെ മറ്റൊരു തരത്തിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരെന്ന് പറയുന്നത് key performance indicators എന്നാണ്. അപ്പൊ ചിലപ്പോ എക്സാമിന് ചോദിക്കാം ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന്റെ മറ്റൊരു പേരെന്താണ്? അപ്പോ അതിന്റെ പേരാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതായിരുന്നു, അത് തന്നെ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് ഇവിടെ വിവരിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. അതായത് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ മുന്നേ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത ക്രൈറ്റീരിയ, അതൊരു പീരീഡ് ഓഫ് ടൈമില് നമ്മൾ ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഹോസ്പിറ്റൽ ആകുമ്പോൾ അവർ നേരത്തെ തന്നെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, എങ്ങനെയാണ് ഹോസ്പിറ്റലിലെ ഓരോ ദിവസത്തെ നടത്തിപ്പ്, എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്തിട്ടുണ്ടാകും, അവരെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു പീരീഡ് ഓഫ് ടൈമിൽ പെർഫോമൻസ് ചെയ്യുന്നതിനെ എന്ത് പറയുന്നു? ക്വാളിറ്റി എന്ന് പറയുന്നു, അഥവാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നു. ക്ലിയർ ആയോ? നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ പറയുന്ന കാര്യം. ഒന്നുകൂടി ഞാൻ പറയാം. മുന്നേ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത മാനദണ്ഡങ്ങൾ അഥവാ ക്രൈറ്റീരിയ, അത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ചെയ്യുന്ന ഫങ്ഷൻസ്, ഇതുമായിട്ട് എന്തിന് ബന്ധമുണ്ട്? ക്വാളിറ്റിക്ക് ബന്ധമുണ്ട്. അത് അത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ദെൻ അടുത്തത്
ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് KPD എന്ന് പറയുന്നത് കീ പെർഫോമൻസ് ഡ്രൈവർ ആണ് കേട്ടോ. ഓക്കെ, കീ പെർഫോമൻസ് ഡ്രൈവറിനെയാണ് KPD എന്ന് പറയുന്നത്. KPI എന്ന് പറയുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. രണ്ടും തമ്മിൽ ഞാനൊരു കണക്ഷൻ, അതായത് ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം രണ്ടിനെയും തമ്മിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. KPI അഥവാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ലക്ഷ്യം എന്താണ്, അതായത് നമ്മൾ മുന്നേ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില എയിംസ്, അതിനെയാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇനി KPD എന്ന് പറയുന്നത് അഥവാ കീ പെർഫോമൻസ് ഡ്രൈവർ എന്ന് പറയുന്നത് ആ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്കിനെയാണ് എന്ത് പറയുന്നത്, KPD എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? KPI എന്ന് പറയുന്നത് ക്രൈറ്റീരിയ അല്ലെങ്കിൽ എയിംസ് ആണ്. KPD എന്ന് പറയുന്നത് ആ ലക്ഷ്യം നേടുന്നതിനുള്ള ഹാർഡ് വർക്കാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ എന്തൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? അല്ലെങ്കിൽ പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ സ്റ്റാൻഡേർഡുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ ആവുമ്പോൾ നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പിന്തുടരുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ KPD എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ അത് ആദ്യത്തേത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില് എന്തൊക്കെ സ്റ്റാൻഡേർഡുകളാണ് പിന്തുടരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഫസ്റ്റ് വൺ, ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഇൻഡോർ പേഷ്യൻസ്. അതായത് അവിടെ വരുന്ന ഇൻഡോർ പേഷ്യൻസിന് അല്ലെങ്കിൽ ഇൻപേഷ്യൻസ് രണ്ട് മൂന്ന് തന്നെയാണ്, അവർക്ക് എത്ര സമയം എടുത്തിട്ടാണ് ഇനീഷ്യൽ ഇവാലുവേഷൻ അവരുടെ അസസ്മെന്റുകൾ നടത്തുന്നത്. അസസ്മെന്റ് എന്താണ്? ഇനീഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാല് ഇനീഷ്യൽ അസസ്മെന്റ് എന്താ? BP നോക്കുന്നത്, അതുപോലെ പൾസ് റേറ്റ് നോക്കുന്നത് അല്ലെ, അതൊക്കെ എടുക്കാറില്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ? നമ്മുടെ ഹൈറ്റും വെയിറ്റ് ഒക്കെ നോക്കുന്നത് ഉണ്ടല്ലേ? ദാറ്റ് ഈസ് ഇനീഷ്യൽ ഇവാലുവേഷൻ, വൈറ്റൽ സയൻസ്. അപ്പൊ അതിന് എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് നോക്കും നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. രണ്ടാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഈസ് ഡോക്യുമെന്റഡ്. അതുപോലെ തന്നെ ഇൻപേഷ്യന്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് നഴ്സുമാരുടെ പരിചരണം, അതിൽ എത്ര എണ്ണമാണ് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത്, രേഖപ്പെടുത്തി വെക്കുന്നത്. നഴ്സുമാരുടെ പരിചരണം അല്ലെങ്കിൽ കെയർ എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ വരുന്ന പേഷ്യൻസിൽ എത്ര പേർക്കാണ് നല്ല രീതിയിലുള്ള നഴ്സിംഗ് കെയർ കിട്ടുന്നത്, ഇനി അത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ. അതായത് മെഡിസിനിൽ എത്രണ്ണം തെറ്റുകൾ വരുത്തുന്നുണ്ട്, അതായത് കൊടുക്കുന്ന മെഡിസിൻസ് തെറ്റായിട്ടാണോ കൊടുക്കുന്നത്, മെഡിക്കേഷൻ അളവ് എത്രമാത്രമാണ് ഉണ്ടാകുന്നത്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നഴ്സുമാരൊക്കെ ചിലപ്പോൾ മെഡിസിൻസ് മാറിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോ ഡോക്ടർ എഴുതുന്ന മരുന്നാണെങ്കിൽ ചിലപ്പോ സിസ്റ്റർ നഴ്സ് എടുത്ത് തരുന്നത് ചിലപ്പോൾ തെറ്റുകൾ വരാം. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് മെഡിക്കേഷൻ അളവ് എന്ന് പറയുന്നത് കേട്ടോ. Then fourth one, number of sentinel events reported, gathered and examined within the defined time frame. A sentinel event is defined as any unanticipated event in a healthcare settings that the resulting death or serious physical or psychological injury to a patient or patients not connected into the natural course of the patient illness. ഓക്കെ, അപ്പൊ സെന്റിനൽ ഇവന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സെന്റിനൽ ഇവന്റ്? അതായത് ഹോസ്പിറ്റലിൽ അൺആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാല് അപ്രതീക്ഷിതമായിട്ട് ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഡെത്ത് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഞ്ചുറിനെയാണ് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. അതായത് അവിടെ വരുന്ന പേഷ്യൻസിന് ആർക്കെങ്കിലും, അതായത് അവരുടെ അസുഖം കൊണ്ടല്ലാതെ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് എന്തെങ്കിലും പരിക്കേൽക്കുകയോ
അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഇഞ്ചറികൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് അവർക്ക് എന്തെങ്കിലും അവരുടെ മൈൻഡിനെ എന്തെങ്കിലും ബാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് സെൻറ്റിനൽ ഇവന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു വ്യക്തി വീഴുവാണെന്ന് വിചാരിക്കുക, വീണിട്ട് അദ്ദേഹത്തിന് ഹെമറേജ് സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക, ബാത്റൂമിൽ തെന്നി വീണിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും പ്രോബ്ലം, ചിലപ്പോൾ ഫീവർ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ആ പേഷ്യന്റ് വരുന്നത്. പക്ഷെ ഹോസ്പിറ്റലില് ബാത്റൂമിൽ അദ്ദേഹം തെന്നി വീഴുകയും അദ്ദേഹത്തിന് സിവിയർ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് എന്തിന് എക്സാമ്പിളാ? എന്തിന് എക്സാമ്പിളാ? എന്താ ഇതിനെ പറയുന്നേ? എന്താ പറയുന്നേ? ഞാനിപ്പോ പറഞ്ഞ പേരെന്താ? കമന്റ് ചെയ്തേ. സെന്റിനൽ ഇവന്റ് എന്നാ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റിന്റെ അസുഖത്തിൽ നിന്ന്, അതായത് പേഷ്യന്റിന്റെ അസുഖമല്ലാതെ ആ പേഷ്യന്റിന് ഏതെങ്കിലും തരത്തില് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ പേഷ്യന്റ് ഡെത്ത് ആവുകയോ അങ്ങനെ എന്തെങ്കിലും കേസസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇത് എന്താ പറയാ, അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല ഈ സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത് കേട്ടോ. Then fifth point, percentage of near misses. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഇപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ചിലപ്പോ പേഷ്യന്റിന് മരുന്ന് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തിക്കുന്നതിന് മുമ്പായിരിക്കും ചിലപ്പോൾ നഴ്സ് തിരിച്ചറിയുക, ഇത് കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ അല്ല ഞാൻ ആ പേഷ്യന്റിന് കൊടുക്കുന്നതെന്നല്ലേ. അപ്പൊ അത്തരത്തില് ആ ഒരു അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ നഴ്സ് അത് ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നിയർ. Then sixth point നോക്കാം, proper handovers during shift change applicable to doctors and nurses per patient per shift. അതായത് നമുക്കറിയാം ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും അവർക്ക് ഷിഫ്റ്റുകൾ ഉണ്ട് അല്ലെ. അവരുടെ ഷിഫ്റ്റുകൾക്ക് അനുസരിച്ചിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പൊ നേരത്തെ തന്നെ എന്ത് ചെയ്യണം? പ്രീ പ്ലാൻ ചെയ്യണം. ആരൊക്കെയാണ് നാളത്തെ ഡ്യൂട്ടിക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ നഴ്സുമാരാണ് നാളെ ഡ്യൂട്ടിക്ക് ഇടുന്നത്, ഏതൊക്കെ ഡോക്ടേഴ്സിനെയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ പ്ലാനിങ് വേണം. അപ്പൊ അത്തരത്തിൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, അതിന്റെ പെർസെന്റേജ് എത്രയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. ഏഴാമത്തെ പോയിന്റ്, ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. അതായത് ചില ഹോസ്പിറ്റലുകളിൽ പേഷ്യന്റ് തമ്മിൽ മാറിപ്പോകാറുണ്ട്. അതായത് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ രജിസ്ട്രേഷനിലൊക്കെ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനെ നമ്മള് ചിലപ്പോ പേരൊക്കെ പറഞ്ഞു കൊടുത്താല് ചിലപ്പോ ആ പേരിലുള്ള വേറെയും വ്യക്തികൾ ഉണ്ടാകാം. അങ്ങനെ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ തെറ്റുകൾ വരാറുണ്ട്. അപ്പൊ അതിന്റെ പേഴ്സന്റേജ് നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോ നമ്മള് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അല്ലെങ്കിൽ നഴ്സുമാരുള്ള ആ ഒരു സ്ഥലത്ത് വാർഡിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ 2-3 പേഷ്യൻസിനെ ഒരേ പേരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ ഫുൾ നെയിം വെച്ച് അവര് വിളിക്കുന്നത് അല്ലെ. ഇപ്പൊ ദിവാകരൻ KP, ദിവാകരൻ MA, അങ്ങനെ പല ദിവാകരന്മാരും ഉണ്ടാവും അല്ലെ. അപ്പോ ഇതെന്താണ്, പേഷ്യന്റ് തമ്മിൽ മാറിപ്പോകാനും അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ അത്തരത്തിലുള്ള അറവുകൾ സംഭവിക്കാറുണ്ട്. ഓക്കെ, എട്ടാമത്തെ പോയിന്റ്, അഡ്ഹറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്. കൈ കഴുകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ കൈകളുടെ പരിപാലനം, അത് നഴ്സുമാർ എത്രത്തോളമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് നടത്തുന്നത്. നമുക്കറിയാം നഴ്സുമാര് പേഷ്യൻസിന്റെ അടുത്ത് വരുമ്പോഴും മെഡിസിൻസ് ഒക്കെ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ധരിക്കാറുണ്ട്? കയ്യുറകൾ ധരിക്കാറില്ലേ? ഇല്ലേ? കയ്യുറകൾ ധരിക്കാറില്ലേ? ഉണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും പേഷ്യൻസിന് ബ്ലഡ് എടുക്കുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും ഒരു ടെസ്റ്റുകൾ എടുക്കുന്ന സമയത്താണെങ്കിലും അവര് ആ ഒരു ഇത് മാറ്റിയിട്ട് കയ്യുറകൾ മാറ്റിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ റേറ്റ് ഇവിടെ നോക്കുന്നുണ്ട്. Then 9ാമത്തെ പോയിന്റ്, നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നേഴ്സിന്റെയും അതുപോലെ തന്നെ പേഷ്യൻസിന്റെയും റേഷ്യോ ഉണ്ട്. അത് കൃത്യമായിട്ടുള്ള, ഇപ്പൊ 2 പേഷ്യൻസിന് ഒരു നേഴ്സ് അല്ലെങ്കിൽ 3 പേഷ്യൻസിന് ഒരു നേഴ്സ്, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഒരു അനുപാതം ഉണ്ട് വാർഡിലും ICUയിലും ഒക്കെ. അപ്പൊ ആ ഒരു റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ പെർസെന്റേജ് നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലേ.
Then next one infection control ആണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ ICN nurse കേട്ടോ. അതായത് നമ്മുടെ അണുബാധ നിയന്ത്രണം അവിടെ എങ്ങനെയൊക്കെയാണ് ICN nurse എങ്ങനെയൊക്കെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് അവിടെ സ്റ്റാൻഡേർഡ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് IPD ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. അതായത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്രമാത്രം സമ്പർക്കത്തിലൂടെ രോഗബാധിതരാകാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പേഷ്യൻസിൽ നിന്ന് എത്ര ആളുകൾക്ക് രോഗം സമ്പർക്കം മൂലം കിട്ടാറുണ്ട്. ഓക്കെ, അത് ബോഡി ഫ്ലൂയിഡ് ആവാം, ചിലപ്പോൾ ബ്ലഡ് ആകാം, അതിൽ നിന്നൊക്കെ എന്ത് പകരാറുണ്ട്, രോഗങ്ങൾ പകരാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് OPD ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണുന്ന ഒരു ഏരിയയിൽ രോഗികൾ ധാരാളം ഉണ്ടാവാറുണ്ട്. അവിടെ നിന്ന് എത്ര പേർക്ക് ഇതുപോലെ തന്നെ ബ്ലഡ് മൂലമോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് മൂലമോ ഇങ്ങനെയുള്ള സമ്പർക്കങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് അതിന്റെ വേരിയേഷൻസ് നോക്കാറുണ്ട്. മൂന്നാമത്തെ പോയിന്റ് IPD ഇൻസിഡൻസ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര പേർക്കാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് വരാറുള്ളതെന്ന് നോക്കാറുണ്ട്. എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഇല്ലേ? നീഡിൽ സ്റ്റിക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ HIV റിപ്പോർട്ട് ചെയ്യുന്നത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് വഴിയാണ് അല്ലെ. ഓക്കെ, അപ്പോ എന്താണ് IPDയിലെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസിന്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നാലാമത്തെ പോയിന്റ് OPD ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. OPDയിൽ വരുമ്പോ അവിടെയുള്ള പേഷ്യൻസ് മൂലം എത്ര പേർക്ക് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാറുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കാറുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ഫോൾസ് ആണ്, വീഴ്ച. അതായത് വരുന്ന പേഷ്യൻസിൽ എത്ര പേഷ്യന്റ് വീഴുന്നുണ്ട്. അതായത് ചിലപ്പോൾ സ്ലിപ്പായിട്ട് വീഴാം, അല്ലെങ്കിൽ ബോധം കെട്ട് വീഴാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറുണ്ടോ? ഇപ്പൊ ഭയങ്കരമായിട്ട് എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസ് തീരെ, അതായത് ചില ആളുകൾ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഈ OPDയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ, ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രികളുടെ കേസൊക്കെയാണ് ഞാൻ പറയുന്നത്, അവിടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ക്യൂ നിന്നിട്ട് വേണം ഒപ്പിച്ചിട്ട് എടുക്കാൻ അല്ലെ. ശരിയാണോ? നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ? ഇല്ലേ? പോയിട്ടുണ്ട്. ഒപ്പിച്ചിട്ട് എടുക്കുന്നതിന് വേണ്ടിട്ട് ക്യൂ നിൽക്കണ്ടേ? തലക്കറങ്ങി വീണിട്ടുണ്ടല്ലേ? അപ്പൊ ചീട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ടോക്കൺ കിട്ടും അല്ലെ. അപ്പൊ ആ ടോക്കൺ ആകുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പൊ നമ്മൾ അത്രയും നേരം എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കൊന്നും കയറാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചില കേസിൽ ചില ബിരുദന്മാരൊക്കെ കയറും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കയറുന്ന ആളുകളുണ്ട്. പിന്നെ വയസ്സായിട്ടുള്ള ആളുകൾക്ക് മുൻഗണനയുണ്ട്. അല്ലാതെയുള്ള ചില ആളുകളുണ്ട്, അവർക്കും ചിലപ്പോ ഇടയ്ക്കിട്ട് കയറാനൊക്കെ സാധിക്കും. ഇത് ചില കേസിൽ ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ സ്ട്രിക്റ്റ് ആണ്. അതായത് നമ്പർ അനുസരിച്ചിട്ടുള്ള അവര് മാത്രമേ അകത്തേക്ക് കയറ്റുള്ളൂ. അവർക്കറിയാം നമ്പർ ഏത് നമ്പർ ആണ് വന്നേക്കുന്നതെന്ന് അവർക്ക് കറക്റ്റ് അറിയാനായിട്ട് സാധിക്കും. അപ്പോ ഇത്തരത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യമാകുമ്പോൾ നമുക്ക് കഠിനമായിട്ടുള്ള പനി, അതുപോലെ തലവേദന, തലകറക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് തല കറക്കം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തല കറങ്ങി അവിടെ വീഴും. ഓക്കെ, അപ്പൊ പല സാഹചര്യങ്ങളിൽ, അതായത് ഇങ്ങനെയുള്ള പേഷ്യൻസ് തലറങ്ങി വീഴുക, അതുപോലെ തന്നെ ഇപ്പോ നടന്നു വരുന്നൊരു പേഷ്യന്റ് പെട്ടെന്ന് അവിടെ സ്ലിപ്പായി വീഴുക, അപ്പൊ ഇങ്ങനെയുള്ള, അതുപോലെ ബാത്റൂമിൽ തെന്നി വീഴുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അതിനെയാണ് ഇൻസിഡൻസ് ഓഫ് ഫോൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എത്ര പേര് വീഴുന്നുണ്ട്, ഹോസ്പിറ്റലിൽ വരുന്ന എത്ര ആളുകളാണ് ഇത്തരത്തിൽ വീഴുന്നത്, അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ നോക്കുന്നത്. ഓക്കെ, ആറാമത്തെ പോയിന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ആൾക്കേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ, ബെഡ്സ് ഓർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. അതായത് 1000 പേഷ്യൻസിൽ എത്ര പേർക്ക് ബെഡ്സ് ഓർ ഉണ്ടാവാറുണ്ട് അല്ലെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അറിയാലോ നിങ്ങൾക്ക് ബെഡ്സ് ഓർ ദീർഘകാലമായിട്ട് കിടപ്പ് രോഗികളായിട്ടുള്ള പേഷ്യൻസിന് മുറിവുകൾ ഉണ്ടാവാനും ടിഷ്യൂസ് ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഏഴാമത്തെ പോയിന്റ് കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ്. അതായത്
നമ്മൾ കത്തീറ്റർ ഉപയോഗിക്കുമ്പോൾ, അതായത് യൂറിനറി ബാഗ് ഒക്കെ, അതായത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂറിൻ ബാഗ് ഉപയോഗിക്കും. അപ്പൊ അതുവഴി എത്ര പേർക്ക് അത്തരത്തിലുള്ള ട്യൂബ് വഴിയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് അവിടെ നോക്കുന്നത്. ഓക്കെ, then ventilator associated pneumonia rate, അതായത് ദീർഘകാലങ്ങളായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ കഫ് അടിഞ്ഞുകൂടി ന്യൂമോണിയ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ദാറ്റ് ഈസ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. then central line associated bloodstream infection rate, അതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്, അത് നോക്കി വെച്ചാൽ മതി കേട്ടോ. then സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്, അതായത് സർജറി ചെയ്ത പാർട്ട് പഴുക്കുക, തുന്നൽ വിട്ടുപോവുക, സ്റ്റിച്ച് വിട്ടുപോവുക, മുറിവണങ്ങാതെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. അടുത്തത് ICU എമർജൻസി നഴ്സിംഗ് എഡ്യൂക്കേറ്റർ, അതായത് ICUയിൽ അല്ലെങ്കിൽ എമർജൻസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്, അതായത് എമർജൻസി പേഷ്യന്റിന്റെ ഈ വൈറ്റൽ സയൻസ് അഥവാ ഇനീഷ്യൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് എത്ര സമയമാണ് വേണ്ടി വരുന്നത്, അവരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എത്ര സമയം എടുത്തിട്ടാണ് അവരുടെ ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെയാണ് നടത്തേണ്ടത്. ഒരു സാധാ പേഷ്യന്റ് പോലെയല്ല എമർജൻസിയിൽ വരുന്ന പേഷ്യന്റിന്റെ ഇനീഷ്യൽ അസസ്മെന്റ് നടത്തേണ്ടത്. കാരണം ഇനീഷ്യൽ അസസ്മെന്റ് എടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ കാർഡിയാക് അറസ്റ്റ് ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അസസ്മെന്റ് എടുക്കണം അല്ലെ. അപ്പൊ അതിന്റെ പെർസെന്റേജ് എത്രയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. രണ്ടാമത്തത് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്, അതായത് ഞാൻ പറഞ്ഞതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള പേഷ്യൻസ് 72 മണിക്കൂറിനുള്ളിൽ സിമിലർ കംപ്ലൈന്റുമായിട്ട് വീണ്ടും തിരിച്ചു വന്നാൽ അതിന്റെ പെർസെന്റേജ് എത്രയാണ് നോക്കുന്നത്. ഓക്കെ, അതെത്ര ഒരു നല്ല കാര്യമല്ല അല്ലെ. നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് എമർജൻസിയിൽ നിന്ന് ആളുകളെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഡിസ്ചാർജ് ചെയ്ത് 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും അതേ അസുഖവുമായിട്ട് അദ്ദേഹം വരികയാണെങ്കിൽ അതിന്റെ പെർസെന്റേജ് ഇവിടെ കണക്കാക്കുന്നു. മൂന്നാമത്തേതാണ് റീ ഇൻക്യുബേഷൻ റേറ്റ്. ഇത് നമ്മൾ മുമ്പത്തെ പേജിലൊന്നും കണ്ടിട്ടില്ല അല്ലെ. അപ്പൊ എന്താണ്, നമുക്കൊന്ന് നോക്കാം. എന്താണ് റീ ഇൻക്യുബേഷൻ റേറ്റ്? Re-intubation was defined as intubation after extubation of a patient who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. ഈ re-intubation എന്ന് പറയുന്നത് was defined, അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് as intubation after extubation of a patient who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. അതായത് വെന്റിലേറ്ററിൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആ വെന്റിലേറ്ററിൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ഓക്കെ ആയിട്ട് ആ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്റ്റുബേഷൻ. ഓക്കെ, അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു, വെന്റിലേറ്ററിൽ ആവുന്നതിനെയാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹം ഓക്കെ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്ത് ചെയ്യും, എക്സ്റ്റുബേഷൻ ചെയ്യും, അതായത് വെന്റിലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്യും. ഈ വെന്റിലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്ത പേഷ്യന്റ് വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും അദ്ദേഹത്തെ വെന്റിലേറ്ററിലാക്കേണ്ടത്. ദാറ്റ് ഈസ് റീ ഇൻക്യുബേഷൻ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ഒന്നും കൂടി പറയണോ? മനസ്സിലായി അല്ലെ? അപ്പൊ വെന്റിലേറ്ററിൽ കിടന്ന പേഷ്യൻസ്, ഞാനൊന്നും കൂടി പറയാം. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിനെ ചെക്ക് ചെയ്ത് പ്രോപ്പർ ആയിട്ടൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം ആ പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വീണ്ടും എന്ത് ചെയ്യുന്നു, വെന്റിലേറ്ററിൽ ആക്കേണ്ടി വരുന്നു. വീണ്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, വെന്റിലേറ്ററിന്റെ സഹായം തരുന്നു. ദാറ്റ് ഈസ് റീഇൻക്യുബേഷൻ.
ഇപ്പൊ മനസ്സിലായോ? നമ്മൾ നേരത്തെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് 22 മണിക്കൂറിന്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോ അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ടിട്ട് പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ ഇടാം, അല്ലാതെ സാധാരണ ഉള്ള, അതായത് ചെറിയ ചെറിയ അനസ്തേഷ്യ കൊടുത്താലും, ഇപ്പൊ മേജർ സർജറിയൊക്കെ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ അനസ്തേഷ്യയുടെ അളവൊക്കെ കൂട്ടാറുണ്ട് അല്ലെ. അപ്പൊ ചെറിയ സർജറി ആയാലും വലിയ സർജറി ആയാലും അതിനനുസരിച്ചുള്ള അനസ്തേഷ്യയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പൊ ഈ അനസ്തേഷ്യ കേസുകളിലൊക്കെ ഈ വെന്റിലേറ്ററിന്റെ സഹായം തേടാറുണ്ട് അല്ലെ. വെന്റിലേറ്ററിൽ ഇട്ടിട്ടാണ് എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. അപ്പൊ ഇത്തരത്തില് എന്താ പറയാ, ഒരു ഈ റീഇൻക്യൂബേഷന്റെ റേറ്റ് എത്രത്തോളമാണെന്ന് വരുന്നത്, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത്. ക്ലിയർ അല്ലേ? റീഇൻക്യൂബേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഒന്നുമില്ല. റീഇൻക്യൂബേഷൻ എന്ന് പറയുന്നത് എക്സ്ക്യൂബേഷൻ ചെയ്തിട്ട് വീണ്ടും ഇൻക്യൂബേഷൻ ചെയ്യുന്നതിനെയാണ് റീഇൻക്യൂബേഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ. ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്തത് ഒന്ന് വായിക്കൂ. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കമന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ OT. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ സ്റ്റാൻഡേർഡുകളാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അനസ്തേഷ്യ പ്ലാൻ എത്ര ശതമാനമാണ് എന്താ പറയാ മാറ്റിവെക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പോ ഒരു അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ഇപ്പൊ അനസ്തേഷ്യ കൊടുക്കണമെന്ന് നേരത്തെ തന്നെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് അനസ്തേഷ്യ കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുവാണ്. ഓക്കെ. ആ ഒരു മോഡിഫിക്കേഷൻ, അതിന്റെ പെർസെന്റേജിനെയാണ് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. ഓക്കെ. അനസ്തേഷ്യ ആദ്യം കൊടുക്കണമെന്ന് വിചാരിച്ചൊരു പേഷ്യന്റ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമായതിനെ തുടർന്ന് അനസ്തേഷ്യ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. അപ്പൊ അനസ്തേഷ്യ പ്ലാനിൽ എന്ത് വരുന്നു? മോഡിഫിക്കേഷൻസ് വരുന്നു. അപ്പോ അതിന്റെ പെർസെന്റേജ് ആണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോവിങ് അനസ്തേഷ്യ. അതായത് അനസ്തേഷ്യ, അതായത് അൺപ്ലാനഡ് അനസ്തേഷ്യ കൊടുത്തതിനെ തുടർന്ന് എത്ര ശതമാനം ആളുകളെയാണ് അൺപ്ലാനഡ് ആയിട്ടുള്ള വെന്റിലേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഓക്കെ. ചിലപ്പോൾ അനസ്തേഷ്യ കൊടുത്തതിനെ തുടർന്ന് ചില ആളുകൾക്ക് എന്ത് ചെയ്യാം, ബോധം നഷ്ടപ്പെടുത്തിയിരിക്കാം. നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മർസൽ എന്നാണ് സിനിമയുടെ പേര്, വിജയുടെ മർസൽ ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നിത്യദാസ് വൈഫായിട്ട് വരുന്ന, കണ്ടിട്ടുണ്ടോ? നിത്യദാസ് ആണോ നിത്യ മേനോനാണോ? പേര് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിനകത്ത് അവര് മരിക്കുന്ന ഒരു സീൻ ഉണ്ട് അല്ലെ. അനസ്തേഷ്യ കൊടുത്തതിനെ തുടർന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, കുറെ റിയാക്ഷൻസ് അവിടെ കാണിക്കുന്നുണ്ട് അല്ലെ. അഭിനയിക്കുന്നതാണെങ്കിൽ പോലും റിയൽ ആയിട്ടാണ് അവരവിടെ എന്താ പറയാ സീൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോ അനസ്തേഷ്യ കൊടുത്തതിനെ തുടർന്ന് എത്ര പേരെ അൺപ്ലാനഡ് ആയിട്ടുള്ള വെന്റിലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ പറയുന്നത് കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അനസ്തേഷ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര ശതമാനം ആളുകൾക്കാണ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ളത്, അതായത് അൺഫേവറബിൾ ആയിട്ടുള്ള. അതായത് നമ്മൾക്ക് ആ സീനിൽ, നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം റിയാക്ഷൻസ്, അതായത് കണ്ണ് മേലെ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ സീനില്. ആർട്ടിസ്റ്റിന്റെ കണ്ണ് മേലേക്ക് പോകുന്നു, പിന്നെ അതുപോലെ തന്നെ വിറവല് വരുന്നു, അല്ലെ, ബോഡി മൊത്തം എന്താ പറയാ മേലോട്ട് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ പോയിന്റ് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്. എത്ര പേരാണ് അനസ്തേഷ്യ കൊടുത്തിട്ട് മരിച്ചിട്ടുള്ളത്? നമുക്കറിയാം ഡെത്ത് റേറ്റ് ആണ് അല്ലെ. അതായത് നമ്മള് കുറെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം യുവതി മരിക്കുകയുണ്ടായി, അനസ്തേഷ്യ കൊടുത്തതിനെ തുടർന്ന് ഗർഭസ്ഥ ശിശുവും യുവതിയും മരിക്കുകയുണ്ടായി, അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അനസ്തേഷ്യയുടെ അളവ് ഒരു പരിധിയിലധികം കൂടിപ്പോയി കഴിഞ്ഞാൽ, നോർമൽ കേസുകളിലൊക്കെ ഒരു പരിധിയിലധികം കൂടിപ്പോയി കഴിഞ്ഞാൽ ആള് ഡെത്ത് ആവും. ഓക്കെ, അപ്പൊ നമ്മള് അനസ്തേഷ്യ സ്പെഷ്യൽ ആയിട്ട് അനസ്തേഷ്യസ് ഉണ്ട് അല്ലെ, അതായത് അത് കൊടുക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ വന്ന് അത് ആളെ ചെക്ക് ചെയ്ത് വെയിറ്റ് എടുത്ത് അതുപോലെ എല്ലാ മെഷർമെന്റും ബോഡിയൊക്കെ എല്ലാ ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷമാണ് എന്ത് ചെയ്യാം, അനസ്തേഷ്യ കൊടുക്കുള്ളൂ. അപ്പൊ അനസ്തേഷ്യ കൊടുക്കുന്നതിനുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അത് കൊടുക്കുന്നതിന് എന്താണ് ഇത്ര ലിമിറ്റ് ഉണ്ട്, അതായത് ആളുടെ ബോഡി വെയിറ്റ് ഒക്കെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ അനസ്തേഷ്യ കൊടുക്കുക. അപ്പോ കാണുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, അനസ്തേഷ്യ കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മോർട്ടാലിറ്റി, അതായത് മരണനിരക്ക് കൂടും. ചിലപ്പോൾ ചില രോഗികൾ മരിച്ചെന്ന് വരെ ഉണ്ടാവും. അപ്പൊ അതിന്റെ മരണനിരക്ക്, എത്ര പേര് അങ്ങനെ മരിച്ചിട്ടുണ്ട് അനസ്തേഷ്യ കൊടുത്തിട്ട്, അതിന്റെ പെർസെന്റേജ് നോക്കാറുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OD. അതായത് എത്ര പേഷ്യൻസിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യാതെ റിട്ടേൺ കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് വാർഡിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. ഓക്കെ, ആറാമത്തെ പോയിന്റ് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. സർജറീസ് എത്ര പേഷ്യൻസിന്റെ മാറ്റി വെച്ചിട്ടുണ്ട്, റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, നടക്കാൻ പറ്റാതെ, അതായത് നടക്കാൻ പറ്റാതെ പോലുള്ള സർജറീസ് എത്ര പേരുടെയാണ് പിന്നീടത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. Then ഏഴാമത്തെ പോയിന്റ് പെർസെന്റേജ് ഓഫ് കേസസ് where the organization procedure to avert the hostile events like wrong site, wrong patient and wrong surgery has been adhered to. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, അതായത് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന സ്ഥലം മാറിപ്പോവുക, അതുപോലെ തന്നെ പേഷ്യൻസ് തമ്മിൽ മാറിപ്പോവുക, തെറ്റായ പാർട്ടിൽ സർജറി നടത്തുക, അതിന്റെ പെർസെന്റേജ് നോക്കാറുണ്ട്. എട്ടാമത്തെ പോയിന്റ് പെർസെന്റേജ് ഓഫ് കേസസ് who received suitable prophylactic antibiotics within the specific time frame. നമ്മുടെ പ്രത്യേക ചികിത്സയ്ക്കോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സർജറിക്കോ ഒക്കെ മുമ്പായിട്ട് ആന്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. അതൊരു ടൈം ഫ്രെയിമിനുള്ളിലാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചെക്ക് ചെയ്തിട്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. The ninth point, percentage of cases in which the planned surgery is altered intraoperatively. അതൊരു പുതിയ വേർഡാണ് അല്ലെ, നമ്മൾ മുൻപ് കണ്ടിട്ടില്ല. ഒന്നുകൂടി പറയാം, percentage of cases in which the planned surgery is altered intraoperatively. അതായത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാറ്റിവെക്കുക. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സഡൻ ആയിട്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ അവസാനിപ്പിക്കുക. ദാറ്റ് ഈസ് 9th പോയിന്റ്. മനസ്സിലായോ? കേസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇൻട്രാ ഓപ്പറേറ്റീവ്, അതായത് ആൾട്ടേർഡ് ഇൻട്രാ ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാറ്റിവെക്കുകയാണ് കേട്ടോ. ഓക്കെ, 10th പോയിന്റ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് ആണ്. അതായത് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറയുന്നത് സർജറി ചെയ്ത ഭാഗത്ത് വീണ്ടും സർജറി നടത്തുക. നമ്മൾ കേട്ടിട്ടില്ലേ, ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, സർജറി നടത്തിയ ഭാഗത്ത് വീണ്ടും സർജറി ചെയ്യാം. ചില പേഷ്യൻസിന്റെ സർജറി നടത്തുന്ന സമയത്തൊക്കെ ഡോക്ടറിന് അബദ്ധവശാല് നൈഫോ അല്ലെങ്കിൽ സിസേഴ്സോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ആ പാർട്ടിൽ അകപ്പെട്ടു പോവാറുണ്ട്. അത് ചേർത്ത് അവരെന്ത് ചെയ്യും, സ്റ്റിച്ച് ചെയ്യും അല്ലെ.
പിന്നീട് പേഷ്യന്റിന് എന്തെങ്കിലും വയറുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ എക്സ്റേ എടുത്ത് നോക്കി കഴിയുമ്പോഴാണ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത് അല്ലെ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും അവിടെ കീറുമല്ലേ, സർജറി നടത്തും. അപ്പൊ അതിനെയാണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. Then 11th point, OT യൂട്ടിലൈസേഷൻ റേറ്റ് കേട്ടോ. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര പേരുടെ സർജറിയാണ് നടത്തിയിട്ടുള്ളത് എന്നതിന്റെ പെർസെന്റേജ് ആണ് അവിടെ നോക്കുന്നത്. ഓക്കെ, എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര പേരുടെ സർജറിയാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ പെർസെന്റേജ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അബോർട്ട് ഹോസ്റ്റേൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ദുരൂഹ സംഭവങ്ങൾ, അതായത് സൈറ്റ് മാറിപ്പോവുക, പേഷ്യന്റ് മാറിപ്പോവുക, സർജറി ചെയ്ത ഭാഗത്ത് അല്ലെങ്കിൽ തെറ്റായ പാട്ടിൽ സർജറി ചെയ്യുക, ദുരൂഹ സംഭവങ്ങളാണ് അബോർട്ട് ഹോസ്റ്റേൽ ഇവന്റ്സ്. ഓക്കെ. നിങ്ങൾ 5th പോയിന്റും 6th പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ലാബിന്റെയും അതുപോലെ തന്നെ ഫാർമസിയുടെയും അതൊന്ന് റീഡ് ചെയ്യും കേട്ടോ. ലാബ് ആൻഡ് ഫാർമസി. ഓക്കെ, വായിച്ചു വിചാരിക്കുന്നു. പറഞ്ഞോട്ടെ. ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. സ്റ്റാൻഡേർഡ്സ് വരുന്നത് ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് അറേഴ്സ് 1000 ഇൻവെസ്റ്റിഗേഷൻസ്. 1000 ഇൻവെസ്റ്റിഗേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര റിപ്പോർട്ടിലാണ് അറവ് വന്നിട്ടുള്ളത്, എത്ര റിപ്പോർട്ടാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, അതിന്റെ പെർസെന്റേജ് നോക്കാറുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ആണ് റേറ്റ് ഓഫ് റീഡോസ്. റീഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ടെസ്റ്റിലോ അല്ലെങ്കിൽ ആ ടെസ്റ്റുകൾ നടത്തുന്ന പ്രൊസീജിയേഴ്സിലോ ഉണ്ടെങ്കിൽ വീണ്ടും ആ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് റേറ്റ് ഓഫ് റീഡോസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മള് ടെസ്റ്റുകള് ലാബില് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടത്തുമ്പോൾ ആ ടെസ്റ്റുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ വീണ്ടും ടെസ്റ്റ് നടത്തും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലാബ് ടെസ്റ്റിന് വേണ്ടി നമ്മൾ ബ്ലഡ് കൊണ്ടു കൊടുക്കുന്നു വിചാരിക്കുക. ബ്ലഡ് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോ ബ്ലഡില് സെൽസ് നോക്കാനുണ്ടാകും, അതുപോലെ തന്നെ എന്താണ് RBC അളവ് നോക്കാനുണ്ടാകും, അങ്ങനെ കുറെ അധികം ഹീമോഗ്ലോബിൻ നോക്കാനുണ്ടാവും, അതൊക്കെ ഉണ്ടാവുമല്ലോ. അതിന്റെ കൂട്ടത്തില് ഏതെങ്കിലും ഒന്ന് മിസ്സായെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത് നമ്മളത് ചെക്ക് ചെയ്യും അല്ലെ. ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നഴ്സുമാർക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അവര് നോക്കുമ്പോൾ ഇതിനകത്ത് ഇതില്ലല്ലോ എന്ന് പറയും. അപ്പൊ അവർ ഉടനെ തന്നെ എന്ത് ചെയ്യും, ലാബിൽ വിളിച്ച് ഈ പേഷ്യന്റിന്റെ ഈ ഒരു ടെസ്റ്റില് ഈ ഒരു കാര്യം ഇല്ലല്ലോ എന്ന് മെൻഷൻ ചെയ്യും. ഉടനെ തന്നെ അവർ എന്ത് ചെയ്യും, വീണ്ടും ടെസ്റ്റ് ട്യൂബിലിരിക്കുന്ന ബ്ലഡ് ഉപയോഗിച്ചിട്ട് ആ കമ്പോണന്റ് അവിടെ തന്നെ ഉണ്ടാവും, ഒരു നിശ്ചിത നേരത്തേക്ക് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, വീണ്ടും ടെസ്റ്റ് നടത്തും. മനസ്സിലായോ റീഡേഴ്സ് എന്താണെന്ന്? ഓക്കെ, ഇനി അതുപോലെ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും ബ്ലഡ് എടുത്തു കഴിഞ്ഞു നമുക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് ഫ്ലബോട്ടമിസ്റ്റിന് കിട്ടിയില്ലെന്ന് വിചാരിക്കുക, വീണ്ടും എന്ത് ചെയ്യും, ബ്ലഡ് എടുക്കും അല്ലെ. അതിനെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ MRI ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾക്ക് എന്താണ്, MRI ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കയറ്റുന്ന സമയത്ത് MRI ആ മെഷീനിലേക്ക് കയറ്റുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പേടിയൊക്കെ അനുഭവപ്പെടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ ഒരു ബോള് തരുമോ അല്ലെ. ഒരു ബോള് ആരൊക്കെയാണ് MRI ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഉണ്ടോ? ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ ഇടവരുത്തല്ലേക്ക് പ്രാർത്ഥിക്കാം. കയ്യിലൊരു ബോള് തരും.
അപ്പൊ നമുക്ക് ഇല്ല ചെയ്തിട്ടില്ല. MRI നമ്മുടെ MRI മെഷീനിലേക്ക് നമ്മൾ കയറ്റുന്ന സമയത്ത് നമ്മുടെ കയ്യില്, അതായത് നമ്മുടെ ചെവിട്ടിലെ അതായത് എന്താ പറയാ, ഒരു നമ്മള് ഈ തണവൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ചെവിട്ടിൽ ഒരു സാധനം ഇല്ലേ, ഓർമ്മയുണ്ടാവും? ടൂറൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടോ? എന്താണ് കറക്റ്റ് ആയിട്ട് പറയുന്നത് എനിക്കറിയില്ല. അതുപോലെ നമ്മുടെ ചെവിട്ടിൽ ഒരു സാധനം വെക്കും. മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒരു ബോള് പോലത്തെ ഒരു സംഭവം തരും. എന്നിട്ട് അവര് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും പേടി അനുഭവപ്പെടുവാണെങ്കിൽ, ഭയങ്കരമായിട്ട് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ, ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരു ഇത് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ ഈ ബോളിൽ പ്രസ് ചെയ്യാനായിട്ട് പറയും. ബോളിൽ പ്രസ് ചെയ്യുമ്പോൾ അവിടെ പുറത്ത് നിൽക്കുന്ന MRIയുടെ എടുക്കുന്ന ടെക്നീഷ്യൻ അറിയാൻ പറ്റും, അലാറം അടിക്കും അവിടെ. നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ മെഷീനിന്ന് പുറത്തേക്ക് ഇറക്കും. പുറത്തേക്ക് ഇറക്കി നമ്മൾ റിലാക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, വീണ്ടും ടെസ്റ്റിന് കേട്ടുക. അതൊക്കെ വീഡിയോസിലാണ് വരുന്നത്. പ്രൊസീജിയറിന്റെ വീണ്ടും ആ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുന്നതാണത്. MRI എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അകത്ത ഒച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടാവുക. ഭയങ്കരമായിട്ടുള്ള മെഷീൻസിന്റെ ശബ്ദങ്ങള്, യന്ത്രം, ഫാക്ടറിയിൽ എങ്ങനെയാണോ മെഷീൻസ് പ്രവർത്തിക്കുന്നത് അതുപോലുള്ള ശബ്ദങ്ങളാണ് അതിനുള്ളിൽ കയറിയാൽ നമുക്ക് കിട്ടുക. അങ്ങനെയുള്ള ഫീലിങ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ അത്രയധികം പേടിക്കേണ്ട, അല്ലെങ്കിൽ ചില പേഷ്യൻസ് ഒക്കെ എന്താണ് ബോധത്തിട്ട് വീഴുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ഇത്തരത്തില് അവരെ ആ പ്രൊസീജിയർ ചെയ്യാൻ വീണ്ടും ആ മെഷീനിലോട്ട് കയറ്റേണ്ടി വരും. അപ്പൊ ഇതൊക്കെ എന്താണ്, റീഡോസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. The third point, percentage of laboratory reports correlating with the clinical diagnosis. അതായത് ലബോറട്ടറി റിപ്പോർട്ട്സ് ഡോക്ടറിന്റെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് എത്രമാത്രം റിലേറ്റ് ചെയ്തതാണ്. ഇപ്പൊ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു രോഗമാണ് പേഷ്യൻസിന് ലാബ് റിസൾട്ടിലൂടെ പേഷ്യന്റ് ഉള്ളതെങ്കിൽ അതിന്റെ കണക്ഷൻ എത്രയാണ്? ഓക്കെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഒരു പേഷ്യന്റിനെ കണ്ടു, പരിശോധിച്ചു. അപ്പൊ ഡോക്ടർ പറയാണ് പേഷ്യന്റ് മൈഗ്രെയിൻ ആണെന്ന് പറയുവാണ്. മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കുവാണ്. മരുന്ന് കൊടുക്കുന്ന സമയത്തും മരുന്ന് കഴിക്കുന്ന സമയത്ത്, അതായത് 5-6 ദിവസം മരുന്നൊക്കെ കഴിച്ചതിന് ശേഷവും ഇദ്ദേഹത്തിന് തലവേദന മാറുന്നില്ല. അപ്പൊ പിന്നെയും ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ഉറപ്പായും പറയും MRI ചെയ്യാനായിട്ട് പറയും, അല്ലെ? നമുക്ക് ബ്രെയിനിന്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. കൃത്യമായിട്ട് ടെസ്റ്റ് റിസൾട്ടുകളിലൂടെയൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്താണ് രോഗമെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്യും, MRI എടുക്കാനായിട്ട് പോകും. MRI റിപ്പോർട്ട് വരുന്ന സമയത്ത് ആ റിപ്പോർട്ടില് യാതൊന്നും തന്നെയില്ല, യാതൊരു കുഴപ്പവും പേഷ്യന്റിനില്ല. അപ്പൊ ഇത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മൈഗ്രെയിൻ ആണ് ഈ പേഷ്യന്റിന് ഉള്ളത്. ഓക്കെ, അപ്പൊ എത്രമാത്രം, അതായത് ഡോക്ടറുടെ ഡയഗ്നോസിസ് എത്രമാത്രം ലാബ് റിസൾട്ടുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ്, പെർസെന്റേജ് ഓഫ് അഡിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്. പിന്നെ രോഗനിർണയം അതുപോലെ ടെസ്റ്റുകളൊക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെയുള്ള എംപ്ലോയീസ് എത്രമാത്രം സേഫ്റ്റി, സുരക്ഷയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട് എന്നതിന്റെ റേറ്റ് ആണ് അവിടെ. ഓക്കെ, ലാബ് ഓക്കെ അല്ലേ? ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ഫാർമസി ആണ് കേട്ടോ. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ബോറടിക്കുന്നില്ലല്ലോ? ഇല്ല. താങ്ക് യു. അടുത്തത് ഫാർമസി ആണ് കേട്ടോ. ഫാർമസിയില് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇവാലുവേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് പറയുന്നത് കേട്ടോ. ആദ്യം തന്നെ പ്രിസ്ക്രിപ്ഷൻ എററാണ്, അതായത് ഡോക്ടർ തരുന്ന പ്രിസ്ക്രിപ്ഷനിൽ എത്രമാത്രം തെറ്റുകൾ ഉണ്ട്. ചിലപ്പോൾ ഡോക്ടേഴ്സിന് തെറ്റ് പറ്റാം, അല്ലെ? അവരെന്തെങ്കിലും എഴുതുന്ന കാര്യത്തിൽ ചിലപ്പോൾ എറർ ഉണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് ആണ് എന്ത്, പ്രിസ്ക്രിപ്ഷൻ എറർ എന്ന് പറയുന്നത്. ഡിസ്പെൻസിങ് എറർ. ഡിസ്പെൻസിങ് എറർ എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക, അതുപോലെ തന്നെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡോസേജ് കൊടുക്കുക, അതുപോലെ റോങ് പേഷ്യന്റ് മാറിപ്പോവുക.
അതായത് പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കുന്ന സമയത്ത് 2 പേഷ്യൻസ് ഒരേ സമയം ഓരോന്ന് മരുന്ന് മേടിക്കുവാണെങ്കിൽ അവരുടെ മരുന്നുകൾ തമ്മിൽ പരസ്പരം മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ അതായത് റോങ് മെഡിക്കേഷൻസ്, ഇൻകറക്റ്റ് ഡോസേജ് ആൻഡ് റോങ് പേഷ്യന്റ്, ഇതിനെയാണ് ഡിസ്പെൻസിങ് എറർ എന്ന് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, percentage of incidence of hostile drug reaction ADR per 100 discharges that include LAMA, DAMA, abscond and deaths. അതുപോലെ തന്നെ ADR എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് കേട്ടോ. ADRന്റെ ഫുൾ ഫോം ആണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഇപ്പൊ ഒരു 100 ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത് എത്ര പേഷ്യൻസ്, അതായത് ലാമയായിട്ട് പോയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ലാമ വാങ്ങിച്ചു പോയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. ഡാമ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതുപോലെ ഒളിച്ചോടി പോയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, അബ്സ്കോണ്ട്. അതുപോലെ തന്നെ ഡെത്ത് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. ഇവർക്ക് എത്ര പേർക്ക്, 100 പേരിൽ എത്ര പേർക്കാണ് അഡ്വേഴ്സ് ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻ ഉണ്ടായിട്ടുള്ളത്? അതായത് എന്തെങ്കിലും മരുന്നുകൾ കൊടുത്തത് മൂലം എന്തെങ്കിലും റിയാക്ഷൻസ്, അലർജീസ്, അതുപോലെ തന്നെ പനി, വിറയൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര പേർക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കി കാണുന്നത്. ഓക്കെ. നാലാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അതായത് തെറ്റായിട്ടുള്ള, അതായത് മരുന്നുകൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ തെറ്റായിട്ട് വായിക്കുന്നത്, പ്രിസ്ക്രിപ്ഷൻ ശരിയായ രീതിയിലല്ലാതെ വായിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പ്രോൺ അബ്രീവിയേഷൻ പറയുന്നത്. അതിന്റെ പെർസെന്റേജ് എത്രയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അഞ്ചാമത്തെ പോയിന്റ്, percentage of patients receiving high risk medications developing adverse drug event. അതുപോലെ തന്നെ ചില പേഷ്യൻസിന് എന്ത് കൊടുക്കാറുണ്ട്? ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട് അല്ലെ? ഭയങ്കര ഡോസേജ് ഉള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കുമ്പോൾ ചില പേഷ്യൻസിന് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ പോലെ അലർജി, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള പനിയോ അല്ലെങ്കിൽ മറ്റ് രോഗലക്ഷണങ്ങളോ പേഷ്യന്റ് കാണിക്കാറുണ്ട്. അപ്പോ എത്ര പേർക്കാണ് ഇങ്ങനെ ഹൈ റിസ്ക് മെഡിക്കേഷൻ കൊടുത്തത് മൂലം ഇത്തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടായിട്ടുള്ളത്? അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ആറാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾസ് ഒബ്റ്റൈൻഡ് ബൈ ലോക്കൽ പർച്ചേസ്. അതായത് ലോക്കൽ പർച്ചേസിൽ നിന്ന്, അതായത് നമ്മൾ കരിഞ്ചന്തകൾ എന്നൊക്കെ പറയും അല്ലെ? ലോക്കൽ മാർക്കറ്റ്, കരിഞ്ചന്ത എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് മാർക്കറ്റ് കേട്ടിട്ടുണ്ടോ? ലോക്കൽ പർച്ചേസിൽ നിന്ന് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിന്റെ മരുന്നുകളൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള മരുന്നുകളായിരിക്കണം നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്. ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അതിന് പകരം ലോക്കൽ പർച്ചേസിൽ നിന്ന് വില കുറവുള്ള മരുന്നുകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ലോക്കൽ പർച്ചേസുകൾ നടത്തി, അതായത് മരുന്നുകളായാലും സാധന സാമഗ്രികളായാലും ഇത്തരത്തിൽ ലോക്കൽ പർച്ചേസ് അഥവാ കരിഞ്ചന്തകൾ വഴി വാങ്ങി ഉപയോഗിക്കുന്ന ആ ഒരു പെർസെന്റേജ് എത്രയാണെന്നാണ് നോക്കുന്നത്. അതായത് ക്വാളിറ്റിയെ കമ്പയർ ചെയ്യാണ്. നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള മരുന്നുകളും അതുപോലെ ഉപകരണങ്ങളും ആകണം എവിടെ ഉപയോഗിക്കേണ്ടത്? ഹോസ്പിറ്റൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ചില ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ചീപ്പ് റേറ്റിന് ചില ലോക്കൽ പർച്ചേസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും. അതുവഴി അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെ? കാരണം കൂടുതൽ പൈസ മുടക്കണ്ട. അപ്പൊ അത്തരത്തിലുള്ള പെർസെന്റേജ് എത്രയാണെന്നാണ് പറയുന്നത്. ഏഴാമത്തെ പോയിന്റ്, പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിങ് എമർജൻസി ഡ്രഗ്സ്. എമർജൻസി ഡ്രഗ്സ്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്രിനാലിൻ പോലുള്ള എമർജൻസി ഡ്രഗ്സുകൾ എത്രമാത്രം സ്റ്റോക്ക് ഔട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പെട്ടെന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? ഉടനെ തന്നെ അത് ലഭ്യമാകണം. പക്ഷെ ചില ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യില്ല, അത് സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല. ചിലപ്പോൾ അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ എത്ര ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ എത്ര മാത്രമാണ് എമർജൻസി മെഡിസിൻ സ്റ്റോക്ക് ചെയ്യുന്നത്, അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ നോക്കുന്നത്. Then eighth point, percentage of drugs and consumables refused before preparation of GRN. Good receipt note. GRN അഥവാ GRNന്റെ ഫുൾ ഫോം ഒന്ന് നോക്കി വെച്ചോളൂ. ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്നാണ് കേട്ടോ. ഗുഡ് റെസിപ്റ്റ് നോട്ട്, ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്നാണ് കേട്ടോ. അവിടെ ഉണ്ട്, നല്ലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ്.
അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ടാണ് ഹോസ്പിറ്റലുകൾക്ക് ഡീലുള്ളത് അല്ലെ. അപ്പൊ അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ആയിരിക്കും മരുന്ന് കൊണ്ടുവരുന്നത്. മരുന്ന് കൊണ്ടുവരുന്ന സമയത്ത് എന്താണ്, ഈ കൊണ്ടുവന്ന മെഡിസിൻസ് ഡാമേജ് ആയിരിക്കും ചിലപ്പോ, അതുപോലെ തന്നെ മെഡിസിൻസ് ഒക്കെ ഇൻകറക്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഓർഡർ കൊടുത്ത മരുന്നുകളായിരിക്കില്ല ചിലപ്പോൾ അവർ കൊണ്ടുവരുന്നത്. ഓക്കെ, ചില മരുന്നുകൾക്ക് ഡാമേജ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളായിരിക്കാം. അതുപോലെ തന്നെ ഓർഡർ ചെയ്ത മരുന്നുകളായിരിക്കില്ല ഇവർ കൊണ്ടുവരുന്ന മരുന്നുകള്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് അതിന്റെ പെർസെന്റേജ് ആണെന്ത് 8th പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ GRN എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ് റെസിപ്റ്റ് നോട്ടാണ്. അതായത് ഈ ഒരു കാര്യങ്ങൾ, അതായത് ഈ മരുന്നുകളൊക്കെ ഓർഡർ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ത് ചെയ്യും, ഒരു റെസിപ്റ്റ് അല്ലെങ്കിൽ ഒരു ബില്ല് പോലുള്ള ഒരു കാര്യം ആർക്ക് കൊടുക്കാറുണ്ട്, ഹോസ്പിറ്റൽസിന് കൊടുക്കാറുണ്ട്. അതിനകത്ത് അവര് ഓർഡർ ചെയ്ത മരുന്നുകളുടെ പേരുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ അതിന്റെ എന്താണ് പറയാ എക്സ്പയറി ഡേറ്റ് പോലുള്ള അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടാകും. അപ്പൊ ഇതുമായിട്ട് ഒത്തു നോക്കും ഹോസ്പിറ്റൽ അതോറിറ്റി എന്ത് ചെയ്യും, തങ്ങൾ ഓർഡർ കൊടുത്ത മരുന്നുകളാണോ, അതിന്റെ എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ എന്ത് ചെയ്യും ഒത്തു നോക്കാറുണ്ട്. അപ്പൊ അതിനെ പറയുന്ന പേരാണെന്ത്, ഗുഡ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയും. ഓക്കെ, the 9th point, percentage of variations from the procurement process. Procurement process എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വാങ്ങുന്ന സാധനങ്ങളുടെ എണ്ണം, അതിന്റെ പെർസെന്റേജ് ആണ്. എത്രമാത്രമാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. ഇപ്പൊ മെഷീനറീസ് വാങ്ങാം, അതുപോലെ മരുന്നുകൾ വാങ്ങാം. അപ്പൊ എത്ര എണ്ണമാണ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത്, അതിന്റെ ഒരു പെർസെന്റേജ് ആണെന്ത്, പ്രൊക്യൂർമെന്റ് പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ADR ഫുൾ ഫോം അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ കേട്ടോ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നാണ് ADRന്റെ ഫുൾ ഫോം. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. നമുക്ക് ഇനി ഫ്രണ്ട് ഓഫീസിൽ 2 പോയിന്റും കൂടെ ഒന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഫ്രണ്ട് ഓഫീസിലെ ക്വാളിറ്റി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിന്റ് ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. അതായത് വരുന്ന ഔട്ട് പേഷ്യന്റ് എന്താ പറയാ സംതൃപ്തി സൂചിക എന്ന് പറയും നമ്മള്. അതായത് വരുന്ന പേഷ്യൻസ് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുന്നത്, അതിന്റെ പെർസെന്റേജ് നോക്കാറുണ്ട്. രണ്ടാമത്തെ പോയിന്റ് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്. അതായത് എത്ര സമയമാണ് ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നത്, അതിന്റെ പെർസെന്റേജ് നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. മിസ്, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 4 പോയിന്റ് പറയോ? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റോ? ഏതൊക്കെയാണ് പറയേണ്ടത്, മൊത്തം പറയണോ? വേണ്ട, 4 പോയിന്റ് പറഞ്ഞാൽ മതി. 4th പോയിന്റ് എന്ന് പറഞ്ഞാൽ മോളെ ഇത് സെന്റിനൽ ഇവന്റ് ആണ്. സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത് ഒരു രോഗിക്ക് തന്റെ അസുഖവുമായിട്ട് ബന്ധമില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ പേഷ്യന്റ് വീഴുക, അതുപോലെ തന്നെ പേഷ്യന്റ് ഡെത്ത് സംഭവിക്കുക. ചിലപ്പോൾ വീണിട്ടായിരിക്കാം ഡെത്ത് സംഭവിക്കുന്നത്, ചിലപ്പോൾ പനിയായിട്ട് വന്ന പേഷ്യന്റ് ആയിരിക്കും, പക്ഷെ വീഴ്ചയിൽ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം, അങ്ങനെ പേഷ്യന്റിന് ഡെത്ത് വരാം. അതുപോലെ തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും പേഷ്യന്റിന് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഹോസ്പിറ്റലിൽ ഉണ്ടാകാം. അപ്പൊ അത്തരത്തില് പേഷ്യന്റിന് മൊത്തമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് പേഷ്യന്റിന് ഡെത്തോ അല്ലെങ്കിൽ ഇഞ്ചറിയോ ഒക്കെ ഉണ്ടാകുന്നതിനെയാണ് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? രോഗവുമായി ബന്ധമല്ലാതെ പ്രതീക്ഷിതമായിട്ടുള്ള ഇഞ്ചുറികൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിയർ മിസ്സസ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞു, പേഷ്യന്റിന് അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുന്നു, അതായത് ആ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആ അപകടം തിരിച്ചറിയുന്നതിനെയാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഡൗട്ട് ഇല്ല? ഇല്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ തീർക്കാം കേട്ടോ. പുറത്ത് മൊഡ്യൂളിലേക്ക് കടന്നോ മറ്റു ടീച്ചേഴ്സ് ഒക്കെ? കിടന്നു 3-4 ചാപ്റ്റർ ഒക്കെ അതെല്ലേ, ഞാൻ ഇതുവരെ കടന്നിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ കിടക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മള് മൊഡ്യൂൾ 4 എടുക്കും കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതും ഒരു വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, ഫ്രൈഡേ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. Thank you, ma'am. താങ്ക് യു മിസ്. Thank you.